വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള അൽ സിയാറ വ്ലോഗിൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഈ ജുമാതുലുള്ള മാസം നമുക്കറിയാം. ആത്മീയമായ വൈജ്ഞാനിക രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഷെയ്ഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ. മഹാനവറുകൾ ജീവിതത്തിൽ അതുര സേവന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മുൻതൂക്കം കൊടുത്ത വ്യക്തിയാണ്. AD ഹിജ്റ 500 ഇറാഖിലെ ഉമ്മു ഉബൈദ എന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ ജനനം. തൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ഒരുപാട് വിദ്യാഭ്യാസങ്ങളും ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുര സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് മുൻതൂക്കം കൊടുത്തൊരു വ്യക്തിയാണ് മഹാനായ ഷെയ്ഖ് അഹ്മദ് അൽ കബീർ റിഫായിൻ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. ജുമാതുൽ ഊല 12 വ്യാഴാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ വിയോഗം ലോകം മൊത്തം അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. മഹാനവറുകളുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പക്ഷികൾ അദ്ദേഹത്തിൻ്റെ ജനാസയെ അനുഗമിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു മാസത്തിൽ അദ്ദേഹത്തിനെ സ്മരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. തൻ്റെ അനുയായികൾ തന്നെ ജീവിതകാലത്ത് 1 ലക്ഷത്തിൽ പരം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ സേവകന്മാരായിട്ടുണ്ടാവുകയും അതോടൊപ്പം തന്നെ മാറാവ്യാധി രോഗങ്ങൾ പിടിപെട്ട ആളുകൾക്കും അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം പിടിച്ച ആളുകൾക്ക് അവർക്ക് ഒരു ശമനം കൊടുത്ത, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് ഒരു ചികിത്സയുമായ ഒരു അത്താണിയായിരുന്നു മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ, തൻ്റെ ഭാര്യ അടക്കം അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആത്മീയമായ ഒരു ചൈതന്യത്തിലേക്ക് അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ഏതൊരു വ്യക്തി അദ്ദേഹത്തെ സമീപിച്ചാലും അവരുടെ കാര്യങ്ങൾക്കായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തിരുന്നത്. ഒരിക്കൽ മഹാനായ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ മക്കൾക്ക് ചെലവ് കൊടുക്കാൻ, ഒരു കൃഷി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ആവശ്യപ്പെട്ടു. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് വന്ന വ്യക്തി തന്നെ പറയാണ്, തൊട്ടപ്പുറത്ത് കിടക്കുന്ന മഹാനായ ഇസ്മായിൽ ഷെയ്ഖ് അവരുടെ കുറച്ച് സ്ഥലം എനിക്കൊന്ന് മേടിച്ചു തരണം തങ്ങളെ എന്ന് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളോട് പറയാം. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ ഈ വ്യക്തിയെ കൂട്ടിയിട്ട് മഹാനായ ഷെയ്ഖ് ഇസ്മായിൽ എന്നവരെ സമീപിക്കുകയാണ്. ഇസ്മായിൽ എന്നവർ കാശിന് വേണ്ടിക്കൊണ്ട് മഹാനവരായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞു, കാശിനായിട്ട് എൻ്റെ കയ്യിൽ സ്ഥലമില്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, പക്ഷേ എനിക്ക് ഒരു മാനദണ്ഡമുണ്ട്. എനിക്ക് നാളെ സ്വർഗം നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്യണമെന്ന് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളോട് ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ പറഞ്ഞപ്പോൾ മഹാനവറുകൾ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. കാരണം ഒരാളും ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് അനുയോജ്യമായ ഒരു ഉത്തരമല്ല ഈ ഇസ്മായിൽ ഷെയ്ഖ് എന്നവർ പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമായിരുന്നു അത്. മഹാനായ ഷെയ്ഖ് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ സമ്മതിക്കുകയാണ്. പക്ഷേ ഒരു മാനദണ്ഡമുണ്ട്, ഒരു എഗ്രിമെൻ്റ് പത്രം എനിക്ക് തരികയും ഞാനത് എഴുതി തരികയും അത് നിന്റെ കയ്യിൽ മരിക്കുന്നതുവരെ സൂക്ഷിക്കുകയും വേണമെന്ന് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ ഷെയ്ഖ് ഇസ്മായിൽ എന്നവരോട് പറയുകയാണ്. ആ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് എഗ്രിമെൻ്റ് എഴുതുകയും മഹാനവറുകൾ മരിക്കാൻ കിടക്കും മരണശേഷം തൻ്റെ മക്കൾക്ക് ഖബർസ്ഥാനിൽ നിന്നും ഉപ്പയുടെ ഖബറിനരികിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുകയും തുറന്നു നോക്കിയപ്പോൾ മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ ലെറ്ററിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് ചെയ്ത വാദ കരാറ് അത് ഹക്കൻ സത്യമായി പുലർന്നിട്ടുണ്ട്. മഹാനവറുകളെ ബൈത്ത് തന്നെ പറയുന്നുണ്ട്, ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയേവിലക്ക് തേരുമോന്ന് കേട്ടോവർ ദുനിയാവിലുള്ള
എന്നിൽ വേണ്ടാന്ന് ദുഷ്കമ്മായിന്നാലേ സ്വർഗം കൊടുത്തോവർ. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അവിടുത്തെ മാലയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ മനുഷ്യനിക്ക് അഭൗതികമായ ഒരു സഹായം ജീവിച്ചിരിക്കുന്ന മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളിലൂടെ സ്ഥാപിപ്പിച്ചു കൊടുക്കുകയും സ്വർഗത്തിലേക്കൊരു സ്ഥാനം അല്ലെങ്കിൽ സ്വർഗത്തിലേക്കൊരു വഴി മഹാനവറുകളിലൂടെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ 19ാമത്തെ പേരമക്കളിൽപ്പെട്ട ഒരാളാണ്. 19ാമത്തെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ. അതുകൊണ്ട് അവരൊക്കെ സ്മരിക്കലും അവരുടെ പേരിൽ മൗലിദ് പാരായണം ചെയ്യുകയും അവരൊക്കെ വിളിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന ആളുകളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷികമാണ്. അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവർ ഹക്ക് കൊണ്ട് നമ്മുടെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തുവരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആ മഹാന്മാരെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി